എല്ലാവർക്കും നമസ്കാരം. മിസ്റ്ററി സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ശ്രീമതി ജ്യോതിക എഴുതിയ അക്ഷരാർത്ഥം എന്ന് പേരിട്ട സാഹിത്യ പഠനത്തെ പറ്റിയാണ്. 10 ലേഖനങ്ങളാണ് ഇതിലുള്ളത്. പ്രധാനമായും 10 സാഹിത്യ പ്രതിഭകളിലൂടെ കടന്നു പോകുമ്പോഴും അവരുമായി ബന്ധമുള്ള അവരുടെ സമകാലികരായ നിരവധി എഴുത്തുകാരെയും അവരുടെ പുസ്തകങ്ങളെയും സ്പർശിച്ചു പോകുന്നുണ്ട് ഈ കൃതി. MT വാസുദേവൻ നായർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, VT ഭട്ടതിരിപ്പാട്, VKN, മുണ്ടൂർ കൃഷ്ണൻകുട്ടി, സിത്താര S, കുമാരനാശാൻ, രാജലക്ഷ്മി, സുമംഗല എന്നിവരുടെ കൃതികളിലൂടെ കടന്നു പോകുന്നതിനൊപ്പം ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകത്തെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. മൗനത്തിന്റെ കയ്യൊപ്പ് എന്ന പേരിൽ എഴുതിയ ആദ്യ കുറിപ്പിൽ MTയുടെ മഞ്ഞ് പ്രമേയമാവുന്നു. മൗനമാണ് MTയുടെ സ്ഥായീഭാവം. MTയുടെ മഞ്ഞ് നിശബ്ദതയുടെ കഥയാണ്. നായികയായ വിമലയെയും ഒപ്പം മഞ്ഞിലെ മറ്റ് കഥാപാത്രങ്ങളെയും അടുത്തറിയാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. എണ്ണമറ്റ നേർത്ത ശബ്ദങ്ങൾ കൂടിക്കലർന്ന് താളമുണ്ടാകുമ്പോൾ തോന്നുന്നതാണ് നിശബ്ദതയെന്നും ശബ്ദമില്ലാത്ത ഒരു അവസ്ഥയില്ലെന്നും തിരിച്ചറിയുന്ന വിമലയെ വളരെ വിശദമായൊരു പഠനത്തിന് വിധേയമാക്കുന്നുണ്ട് ജ്യോതിക. വിമലയെ പറ്റി പറയുന്നതിന് മുൻപ് എഴുത്തുകാരിയെ പറ്റി അല്പം പറയാം. ശ്രീമതി ജ്യോതിക 1973 മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലാണ് ജ്യോതിക ജനിച്ചത്. അച്ഛൻ AP ഗോപിനാഥൻ മാസ്റ്റർ, അമ്മ P അംബിക. ക്രിസന്റ് സ്കൂൾ അടയ്ക്കാക്കുണ്ട്, വിക്ടോറിയ കോളേജ് പാലക്കാട്, ഗവൺമെൻറ് സംസ്കൃത കോളേജ് പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മലയാള ഭാഷയിലും സാഹിത്യത്തിലും MA, B.Ed, സെറ്റ് ബിരുദം. ആദ്യ കൃതിയാണ് അക്ഷരാർത്ഥം. വായനാ പാഠങ്ങൾ, നാനാർത്ഥങ്ങൾ എന്നീ സാഹിത്യ പഠന ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. 2010 ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പൂന്താനം പ്രബന്ധ പുരസ്കാരവും 2017 വായനാപാഠങ്ങൾ എന്ന കൃതിക്ക് കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ജോസഫ് മുണ്ടശ്ശേരി അവാർഡും ലഭിച്ചിട്ടുണ്ട്. മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപിക. ഭർത്താവ് TK ഗിരീഷ്. മക്കൾ ഗ്രീഷ്മ, ഗൗതം. നൈനിറ്റാളിലെ ബോർഡിംഗ് സ്കൂളിൽ ബയോളജി ടീച്ചറായ 43 പെൺകുട്ടികളുടെ റെസിഡൻറ്റ് ട്യൂട്ടറായ വിമലയുടെ കാത്തിരിപ്പിൻ്റെ കഥയാണ് മഞ്ഞ്. വരും, വരാതിരിക്കില്ലെന്ന മന്ത്രം അവളെ ആശ്വസിപ്പിക്കുന്നു. ദൈനംദിന യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടുന്നവരും പരിചയപ്പെടുന്നവരും എല്ലാം അവളിൽ ചെറുചലനങ്ങൾ ഉണ്ടാക്കി കടന്നു പോകുന്നു. എങ്കിലും വിമല നിശബ്ദയാണ്. ജ്യോതികയുടെ കണ്ടെത്തൽ വളരെ കൃത്യതയുള്ളതാണ്. മഞ്ഞ് വെള്ളത്തിൻ്റെ രൂപമാണ്, വെള്ളം മഞ്ഞിൻ്റെ സ്വഭാവവും. മഞ്ഞ് ശബ്ദപ്പെടുമ്പോൾ വെള്ളമാകുമെങ്കിൽ വെള്ളം നിശബ്ദമാകുന്നതാണ് മഞ്ഞ്. നോവലിൽ വിമലയുടെ നിശബ്ദതയുടെ പ്രതീകമാണ് മഞ്ഞ്, അവളുടെ സ്വഭാവത്തിൻ്റെയല്ല. നൈനിറ്റാളിൽ വെച്ച് 21കാരിയായ വിമലയും 29കാരനായ സുധീർ മിശ്രയും കണ്ടുമുട്ടി പിരിഞ്ഞിട്ട് 9 വർഷത്തോളമായി. തൻ്റെ നാടും വീടും ബന്ധങ്ങളും എല്ലാം വിട്ട് ഈ നൈനിറ്റാളിൽ അവൾ ജീവിക്കുകയാണ്. സഞ്ചാരികളുടെ ബോട്ടുകളിലെ തുഴകൾ വീഴുമ്പോൾ സജീവമാവുകയും അവയുടെ അസാന്നിധ്യത്തിൽ നിശ്ചലമാവുകയും ചെയ്ത നൈനിറ്റാൾ തടാകം പോലെയാണ് വിമലയുടെ മനസ്സ് എന്ന് ജ്യോതിക കണ്ടെത്തുന്നുണ്ട്. വിമലയെക്കുറിച്ച് മറ്റൊരു നിരീക്ഷണം തികച്ചും കൃത്യമാണ്. മഞ്ഞിലെ സ്ഥലം അകേരളീയമാണ്. മഞ്ഞിൻ്റെ മഹാമൗനം പേറി ജീവിക്കുന്ന വിമലയെപ്പോലുള്ള ഒരുവൾക്ക് ഒരു സാധാരണ ജീവിതം കേരളീയ സമൂഹം ഒരിക്കലും വകവെച്ചു കൊടുക്കില്ല. നഷ്ടപ്രണയത്തിനും ഒരു തുടർ പ്രണയ പ്രതീക്ഷകൾക്കുമിടയിൽ 9 കൊല്ലവും നൈനിറ്റാളിൽ അധ്യാപികയായി തന്നെ വിമല കഴിച്ചുകൂട്ടി. ഇത്തരമൊരവസ്ഥയുള്ള ഒരുവൾക്ക് ഒരു വിവാഹബന്ധം കൊണ്ട് കുടുക്കിലാക്കാനേ സമൂഹം ശ്രമിക്കുകയുള്ളൂ. പിന്നീട് പൂർവ്വബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലും പീഡനവുമേറ്റ് ഒരു വിവാഹമോചന പെറ്റീഷനുമായി വിമലയെ കുടുംബ കോടതി വരാന്തയിൽ കണ്ടേക്കുമെന്ന ജ്യോതികയുടെ നിരീക്ഷണം എടുത്തു പറയേണ്ടതാണ്. പക്ഷെ ഒന്നുണ്ട്, ഈ കൃതി എഴുതപ്പെട്ട കാലത്തെ സാമൂഹികാവസ്ഥയിൽ ഈ നിരീക്ഷണം കൃത്യമാണ്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ ഒരുപാട് മാറി. ഇന്ന് പെൺകുട്ടികൾ വളരെ ബോൾഡാണ്. ബന്ധങ്ങളും ബന്ധങ്ങളുടെ തകർച്ചയും ഒന്നും മേശാത്ത, വിവാഹബന്ധം തന്നെ വേണ്ടെന്ന് നിശ്ചയിക്കുന്ന പെൺകിടാങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നു. സ്നേഹനിരാസത്താൽ ഘനീഭവിച്ചിരുന്ന വിമലയുടെ മനസ്സ് ഏത് സ്നേഹത്തിനു മുന്നിലും അലിയുന്നുണ്ട്. അമർ സിംഗിനോടും ബുദ്ധുവിനോടുമുള്ള സ്നേഹവും രശ്മി വാജ്പേയിയോടായി കാണിക്കുന്ന വിട്ടുവീഴ്ചയും മനുഷ്യത്വത്തിലുള്ള വിശ്വാസം വിമലയ്ക്കുണ്ടെന്ന് വ്യക്തമാക്കി തരുന്നു. വൃദ്ധനും രോഗിയുമായ സർദാർജിയോടുള്ള സ്നേഹവും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷേ രംഗബോധമില്ലാത്ത കോമാളിയായി മരണം അവിടേക്ക് കടന്നു വരുന്നു. നിശബ്ദത ഒരു ആയുധമാണെന്നും
വ്യക്തിത്വധ്വംസനത്തെ പ്രതിരോധിക്കാൻ അത് സഹായിക്കുന്നു എന്നും ജ്യോതിക സാക്ഷ്യപ്പെടുത്തുന്നു. അടുത്ത ലേഖനം ഭയന്നേൻ പെൺജാതിയെ എന്നാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ സമഗ്ര കൃതികളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും കാവ്യജീവിതവും തമ്മിലുള്ള സജാത്യ വൈജാത്യങ്ങൾ കണ്ടെത്തുക മാത്രമല്ല, വൈലോപ്പിള്ളിയെ അടുത്തറിയാനുള്ള ഒരു ശ്രമം കൂടി ഈ കുറിപ്പിൽ കാണാം. സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് വൈലോപ്പിള്ളി കവിതകളുടെ ജീവനും സൗന്ദര്യവും എന്ന് എഴുത്തുകാരി അടിവരയിടുന്നു. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് തുടങ്ങിയ നിരവധി കൃതികളെ ഉദ്ധരിച്ചുകൊണ്ട് വൈലോപ്പിള്ളി കവിതകളെ അടുത്തറിയാൻ ശ്രമിക്കുന്നു. മറ്റു കവിതകളെ അപേക്ഷിച്ച് പടയാളികൾക്കുള്ള അപൂർവ ചാരുത നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിതം, ദാമ്പത്യവും ആഘോഷിക്കപ്പെടുന്നത് സമൂഹത്തിൻ്റെ കീഴ്ത്തട്ടിലാണെന്നും ദാമ്പത്യത്തിൽ സൗഹൃദത്തിന് അനിഷേധ്യമായ സ്ഥാനമുണ്ടെന്നും വൈലോപ്പിള്ളി വിശ്വസിക്കുന്നു എന്നാണ് ജ്യോതിക നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അടുത്ത ലേഖനം വീട്ടിയുടെ പകർന്നാട്ടങ്ങൾ. തന്നെ അക്ഷരം പഠിപ്പിച്ച ആ തീയാടി പെൺകിടാവിൻ്റെ സാമുദായിക സ്വാതന്ത്ര്യം പോലും തൻ്റെ സമുദായത്തിലെ സ്ത്രീകൾക്കില്ലെന്ന് വീട്ടി തിരിച്ചറിഞ്ഞിരുന്നു. സമുദായ നവീകരണം എന്ന ചിന്ത തന്നെയാണ് ആഴത്തിലേക്ക് ആണ്ടിറങ്ങി രചന നടത്താൻ വീട്ടി ഭട്ടതിരിപ്പാടിനെ പ്രേരിപ്പിച്ചത്. സ്വയം എന്തും എരിഞ്ഞും അദ്ദേഹം നടത്തിയ ശുദ്ധികലശം സഫലമായോ എന്ന ഒരു തുടർ ചോദ്യം കൂടി നമുക്ക് മുന്നിലേക്ക് നീട്ടുന്നുണ്ട് എഴുത്തുകാരി. ചരിത്രത്തിൻ്റെ അപനിർമ്മാണം എന്നാണ് അടുത്ത ലേഖനം. നമ്പൂതിരി നവോത്ഥാന കാലഘട്ടത്തിലെ എഴുത്തുകാരായ വീട്ടി ഭട്ടതിരിപ്പാട്, MRB, മുത്തിരിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരിപ്പാട്, പ്രേംജി, ഒളപ്പമണ്ണ തുടങ്ങി നിരവധി പേരെ ഉദാഹരിച്ചുകൊണ്ടാണ് ഈ ഭാഗം കടന്നു പോകുന്നത്. തുടർന്ന് VKNൻ്റെ അഹത്തുള്ളാൾ എന്ന കഥയുടെ ഉള്ളറകളിലേക്ക് കടന്നു പോകുന്നു. സ്വതസിദ്ധമായ ഹാസ്യാത്മകതയും ഒപ്പം പരാമർശിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രബോധവും നർമ്മത്തിൻ്റെ തീഷ്ണതയും വിമർശനത്തിലെ ഔന്നത്യവും ഒത്തുചേർന്ന കഥ കൂടിയാണ് അഹത്തുള്ളാൾ എന്ന് വായനക്കാരെ ഉദ്ബോധിപ്പിക്കുന്നു. അടുത്ത ലേഖനം ഏകാന്തതയുടെ അരങ്ങുകൾ. മലയാള കഥയിലെ സ്വച്ഛവും സൗമ്യവുമായ സാന്നിധ്യമാണ് മുണ്ടൂർ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്. മലയാളത്തിലെ എണ്ണപ്പെട്ട കഥകൾ എഴുതിയ മാധവിക്കുട്ടിയുടെ നെയ്പ്പായസവും മുണ്ടൂരിൻ്റെ മൂന്നാമതൊരാളും അടിസ്ഥാനമാക്കി ശ്രദ്ധേയമായ നിരീക്ഷണം തന്നെയാണ് ഈ ഭാഗത്തിലൂടെ നടത്തിയിരിക്കുന്നത്. മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന കഥ വായിച്ച് അവസാനിപ്പിച്ചതിൽ നിന്ന് തുടങ്ങണം മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ മൂന്നാമതൊരാൾ എന്ന കഥയുടെ വായന. മാധവിക്കുട്ടിയുടെ ഭാഷയുടെ ആണവസ്ഥയാണ് മുണ്ടൂരിൻ്റെ ഭാഷ എന്നും വ്യക്തമാക്കുന്നുണ്ടിവിടെ. മധ്യവർഗ കുടുംബത്തിൽ അതുവരെ ഭർത്താവിൻ്റെയോ മക്കളുടെയോ പ്രത്യേക ശ്രദ്ധയോ പരിഗണനയോ ഒന്നും ലഭിക്കാതെ ഒരു യന്ത്രത്തെ പോലെ വീട്ടിലെ ജോലികളിൽ വ്യാപൃതയായ ഒരുവൾ പെട്ടെന്നൊരു നാൾ ഇല്ലാതായപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ശൂന്യതയെ അതിജീവിക്കാൻ സ്വയം പാകപ്പെടുന്ന ഗൃഹനാഥനെയാണ് നെയ്പ്പായസത്തിൽ കാണുന്നത്. നെയ്പ്പായസത്തിൻ്റെ ഒടുവിൽ തൻ്റെ കണ്ണീർ മകൻ കാണാതിരിക്കാനായി കുളിമുറിയിലേക്ക് നടക്കുന്ന ഗൃഹനാഥൻ തന്നെയാണ് മൂന്നാമതൊരാളിൽ 2 വർഷത്തിനു ശേഷം ഇരിങ്ങാലക്കുടയിൽ നിന്നും അവസാനത്തെ ബസ്സും കയറി മകനെയും കൊണ്ട് മരിച്ചുപോയ ഭാര്യയുടെ തറവാട്ടിലെത്തുന്നത്. ഈ ഒരു സാദൃശ്യം പണ്ട് തോന്നിയതുകൊണ്ടാവണം ഇത് വായിക്കുമ്പോൾ ഈ കഥാപാത്രങ്ങളോടുള്ള ഒരു അടുപ്പം ഇന്നും നിലനിൽക്കുന്നത്. ഒപ്പം എഴുത്തുകാരോടും. വായിച്ചു തീരുമ്പോൾ നാം ജീവിതങ്ങളെ വായിക്കുന്നു, കേൾക്കുന്നു, കണ്ണീരുപ്പ് പുരണ്ട ജീവിത പലഹാരത്തിൻ്റെ രുചി അറിയുന്നു എന്ന അറിവാണ് എഴുത്തുകാരി വായനക്കാർക്ക് പകർന്നു തരുന്നത്. അടുത്ത ലേഖനം അഗ്നിതാത്രി. കുറിയേടത്ത് താത്രിയുടെ അത്ഭുത കഥ നാം കേട്ടിട്ടുണ്ട്. 100 വർഷം മുൻപ് ഒരു അന്തർജനം ഒറ്റയ്ക്ക് അനേകം പുരുഷന്മാരെ നേരിട്ടതിൻ്റെ വിസ്മയ കഥ കൂടിയാണിത്. സിത്താര എസ് എഴുതിയ അഗ്നി എന്ന കഥയിൽ സ്ത്രീ സ്വത്വത്തിൻ്റെ സ്വയം നിർണയാവകാശം അവളിൽ മാത്രം നിക്ഷിപ്തമാണ്. സാവിത്രി അന്തർജനം പ്രിയ എന്ന പേരിൽ പുനർജനിക്കുകയാണ് കഥയിലെന്ന് തിരിച്ചറിവ് നമുക്ക് പകർന്നു തരുന്നുണ്ട്. അതുമാത്രമല്ല, മലയാള ചെറുകഥയിൽ സരസ്വതിയമ്മയുടെയും ഗ്രേസിയുടെയും കൈകളിലൂടെ കുറുകി വരുന്ന പെണ്ണെഴുത്ത് അതിൻ്റെ തീവ്രമായ പിരിമുറുക്കത്തിൽ സിത്താര എസിലുണ്ട് എന്ന കണ്ടെത്തൽ എടുത്തു പറയേണ്ടതാണ്. അടുത്തത് വരയുടെ കാവ്യപുസ്തകം. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വരയുടെ ലോകമാണ് വരയുടെ കാവ്യപുസ്തകം. നമ്പൂതിരിയുടെ സ്ത്രീകൾ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി നല്ലൊരു പഠനം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. പല നിലകളിലുമുള്ള സ്ത്രീകളെ, പല ഭാവങ്ങൾ സ്ഫുരിക്കുന്ന മുഖങ്ങളെ, ആഢ്യത്വം, അടിമത്വം, അതുമാത്രമല്ല ഓരോ സ്ത്രീയുടെയും ജീവിതാവസ്ഥകളെയും സാമൂഹിക പശ്ചാത്തലത്തെയും ഒക്കെ വ്യക്തമാക്കുന്ന നമ്പൂതിരി വരകളെ സമഗ്രമായി തന്നെ അവതരിപ്പിക്കുകയാണ് ഇവിടെ എഴുത്തുകാരി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതൊരു രേഖാകാവ്യ പുസ്തകമാകുന്നതെന്നും ഇവിടെ സമർത്ഥിക്കുന്നുണ്ട്. അടുത്ത ലേഖനം അപവാദത്തിൻ്റെ ആഘോഷങ്ങൾ. കുമാരനാശാൻ്റെ ഖണ്ഡകൃതികളാണ് ഇവിടുത്തെ പ്രമേയം.
വ്യത്യസ്ത ഖണ്ഡകൃതികളിലെ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു പരിശോധന തന്നെ നടത്തുന്നുണ്ട് ഇവിടെ. പ്രധാനമായും ചിന്താവിഷ്ടയായ സീത എന്ന ഖണ്ഡകാവ്യത്തെ അടിസ്ഥാനമാക്കിയാണ് പഠനം നടത്തിയിട്ടുള്ളത്. മൂല്യബോധവും അഭിമാനബോധവും ഉള്ളവളാണ് സീത. അഭിമാനബോധം കുറച്ചധികമുണ്ട്. ആശാന്റെ കൃതികളിൽ ഏറ്റവും ചിന്തിപ്പിക്കുന്ന കാവ്യമായി ചിന്താവിഷ്ടയായ സീത മാറിയതിനെ പറ്റിയും ഈ ലേഖനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കുമാരനാശാന്റെ ഏറ്റവും മഹത്തായ കാവ്യമെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയ കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത. ശക്തമായൊരു സ്ത്രീപക്ഷ ദർശനം ഈ കാവ്യത്തിലുണ്ട്. സീതയുടെ ആദ്യ ചിന്ത തന്നെ എത്തി നിൽക്കുന്നത് ഒരു തത്വദർശനത്തിലാണ്. ഒരു നിശ്ചയമില്ലയൊന്നിനും വരുമോരോ ദശ വന്ന പോലെ പോവും, വിരയുന്നു മനുഷ്യനേതിനോ തിരിയാലോക രഹസ്യമാർക്കുമേ എന്ന്. സീതയുടെ കുറച്ചു നാഴിക നേരത്തെ ചിന്തകളാണ് ഈ കാവ്യത്തിലുള്ളത്. എന്നാൽ രാമായണ കഥ മുഴുവൻ ധ്വനിപ്പിക്കാൻ ആശാനു കഴിഞ്ഞു. ആശാന്റെ കാവ്യത്തെപ്പറ്റി സുകുമാർ അഴീക്കോടിൻ്റെ പ്രസ്താവന ഇത്തരുണത്തിൽ ഓർക്കാം. ആദികവിയുടെ വയലിൽ ആ ഋഷി കൃഷി ചെയ്യാതെ വിട്ട നിലത്ത് വിത്തിറക്കിയതിൻ്റെ സമൃദ്ധമായ വിളവാണ് ചിന്താവിഷ്ടയായ സീത എന്ന് അദ്ദേഹം പറഞ്ഞു. രാജലക്ഷ്മിയുടെ കഥകളെപ്പറ്റിയുള്ള പഠനമാണ് അടുത്തത്. പ്രിയപ്പെട്ടവരില്ലാത്ത കഥകൾ. സ്ത്രീ സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാട് രാജലക്ഷ്മിയുടെ കഥകളിൽ കാണാം. സ്ത്രീ ജീവിതത്തിൻ്റെ ദുരിതങ്ങളെപ്പറ്റിയും രാജലക്ഷ്മി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മുത്തശ്ശി കഥകളുടെ മൃദുസ്പർശം എന്ന അവസാനത്തെയും 10ാമത്തേതുമായ കുറിപ്പിൽ ബാലസാഹിത്യ കൃതികൾക്ക് സാഹിത്യത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് പറയുന്നു. കുട്ടികൾക്കുള്ള കവിതകളും കഥകളും ഇവിടെ വിഷയമാകുന്നു. പഞ്ചതന്ത്ര കഥകൾ സുമംഗല പുനരാഖ്യാനം ചെയ്തത് വായിക്കാത്തവരായി അധികം ആരും ഉണ്ടാവില്ല. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ മനനം ചെയ്ത ഗുണപാഠകഥകൾ. അതുമാത്രമല്ല, സുമംഗലയുടെ കേരള കലാമണ്ഡല ചരിത്രവും പച്ചമലയാള നിഘണ്ടുവും ഇവിടെ പരാമർശിക്കപ്പെടുന്നു. മിഠായി പൊതി, മുത്തുസഞ്ചി തുടങ്ങി സുമംഗലയുടെ നിരവധി ബാലസാഹിത്യ കൃതികൾ എക്കാലത്തും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രിയപ്പെട്ടവ തന്നെയാണ്. ഈ പുസ്തകം യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക സാഹിത്യ വിദ്യാർത്ഥികൾക്കാണ്. മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠനം നടത്തുന്നവർക്ക് ഉത്തമമായ ഒരു പുസ്തകം തന്നെയാണിത്. എന്നാൽ സാധാരണക്കാരായ വായനക്കാർക്ക് തങ്ങൾ വായിച്ച പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളെ കൂടുതൽ തെളിച്ചത്തോടെ മനസ്സിലാക്കാനും അവയുടെ വിവിധ മാനങ്ങൾ കണ്ടെത്താനും ഇത് ഉപകരിക്കുന്നു. ഒപ്പം എഴുത്തുകാരെ അടുത്തറിയാനും സാധിക്കുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ബുക്സ് ആണ് ഇതിന്റെ പ്രസാധകർ. ഏതായാലും അക്ഷരാർത്ഥം വായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വായിക്കാൻ ശ്രമിക്കുക. വീണ്ടും മറ്റൊരു പുസ്തകവുമായി കാണാമെന്ന പ്രതീക്ഷയോടെ വിട.